നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കെ.ബി. ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് ചുമതല ഏറ്റെടുത്തത് മുതൽ പണി കിട്ടിയിരിക്കുന്നത് KSRTC ജീവനക്കാർക്കാണ്. ഇതായപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. KSRTC വരവും ചെലവും തമ്മിൽ ചേരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് മന്ത്രി. ഇതുകൊണ്ടാണ് കൃത്യസമയത്ത് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്തതെന്നും ചെറിയ ചെലവുകൾ പോലും നിയന്ത്രിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ? അതിന് തുടക്കമിടുകയാണ് ഗതാഗത മന്ത്രി. വൈദ്യുത ബസ്സുകളുമായുള്ള വിവാദം ഒരു വശത്ത് നിൽക്കുമ്പോഴും ആനവണ്ടിയെ കരകയറ്റാൻ ആകുമോ എന്ന പരീക്ഷണ ശ്രമത്തിലാണ് മന്ത്രി. അനാവശ്യമായ ചെലവുകൾ പരമാവധി കുറയ്ക്കും. അങ്ങനെ നഷ്ടം കുറയ്ക്കുവാനാണ് ആദ്യഘട്ടത്തിലെ പദ്ധതി. അതിനായി KSRTCയിൽ വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും ബില്ലുകൾ കുറയ്ക്കുക എന്നതാണ് നിർദ്ദേശം. ആവശ്യമില്ലാതെ ഫാനുകളും ലൈറ്റുകളും പ്രവർത്തിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ജല അതോറിറ്റിയുടെ ടാപ്പുകൾ പൂട്ടണമെന്നും ചോർച്ചയില്ലെന്നും ഉറപ്പുവരുത്തണമെന്നൊക്കെയാണ് നിർദ്ദേശം. ബിൽ തുകയിൽ കുറവ് വരുത്തുന്ന ഡിപ്പോകൾക്ക് സമ്മാനം ലഭിക്കും. ഇതിനൊപ്പം ഓഫീസുകൾ വൃത്തിയായി സൂക്ഷിക്കുവാൻ സ്മാർട്ട് സ്റ്റാർട്ട് ഡേയും നടപ്പിലാക്കും. ഇതോടെ കൂടുതൽ യാത്രക്കാർ ബസ് സ്റ്റേഷനുകളിലേക്ക് വരും. ബസ്സിൽ ശുചിയായ സാഹചര്യമുണ്ടാക്കി ശുഭയാത്രയാണ് ഗണേഷിന്റെ പദ്ധതി. എല്ലാ ശനിയാഴ്ചകളിലും ജീവനക്കാർ ഉച്ചയ്ക്ക് ശേഷം ഓഫീസുകൾ വൃത്തിയാക്കണം. ഇതിന്റെ പ്രതിവാര റിപ്പോർട്ട് യൂണിറ്റ് അധികാരികൾ തയ്യാറാക്കുകയും ചെയ്യണം. KSRTCയിൽ അനാവശ്യ ചെലവുകൾ കുറയ്ക്കുന്നതിനൊപ്പമാണ് ഈ പരിസര ശുചീകരണവും കൊണ്ടുപോകേണ്ടതെന്നും മന്ത്രി. മുൻപുണ്ടായിരുന്ന വൈദ്യുതി ബില്ല്, ജല അതോറിറ്റി ബിൽ തുകകളിൽ കുറവ് വരുത്തുന്ന യൂണിറ്റുകൾക്കും ഓഫീസുകൾക്കും പ്രശംസാപത്രം അടക്കം നൽകും. അനാവശ്യമായ ഫാനും ലൈറ്റും പ്രവർത്തിപ്പിക്കുന്ന ഓഫീസുകൾ കണ്ടെത്തുവാനും സംവിധാനമുണ്ട്. ഇതിന് വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തും. ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ KSRTC വിജിലൻസ് വിഭാഗത്തെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ഓഫീസിനുള്ളിലും പരിസരത്തുമുള്ള നോട്ടീസുകൾ, പഴയ അലങ്കാര വസ്തുക്കൾ, ചുമർ ചിത്രങ്ങൾ എന്നിവ നീക്കം ചെയ്യണം. ട്രേഡ് യൂണിയൻ നോട്ടീസുകൾ ഇതിൽ ഉൾപ്പെടുമോ എന്ന് സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടില്ല. ഫയലുകളും രജിസ്റ്ററുകളും അലമാരകളിൽ അടുക്കി വെക്കണം. കാലഹരണപ്പെട്ട ഫയലുകൾ നശിപ്പിക്കുവാൻ ഫയൽ നമ്പർ സഹിതം പ്രത്യേക രജിസ്റ്ററിൽ സൂക്ഷിക്കണം. കടലാസുകളും സ്റ്റേഷനറി സാധനങ്ങളും ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളെന്നും നിർദ്ദേശമുണ്ട്. ഇതിൽ എല്ലാ ചെലവുകളും കുറയ്ക്കാം. ചെറിയ ചെലവുകൾ പോലും താങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ സർക്കുലറിന് പിന്നിൽ. അനാവശ്യ ചെലവുകൾ പരമാവധി നിയന്ത്രിച്ച് ആധുനീകരണം നടപ്പിലാക്കി പൊതുഗതാഗത രംഗത്തെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കെ.ബി. ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചിരുന്നു. ജീവനക്കാർക്കും യാത്രക്കാർക്കും കാലോചിത സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഗതാഗത വകുപ്പിന്റെ പ്രഥമ പരിഗണന. ഇനി സ്റ്റേ ബസ്സുകൾ അനുവദിക്കുന്നത് ഡ്രൈവർക്കും കണ്ടക്ടർക്കും താമസ സൗകര്യം പഞ്ചായത്തോ റെസിഡൻസ് അസോസിയേഷനുകളോ നൽകുന്ന സ്ഥലങ്ങളിൽ മാത്രമെന്നും ജീവനക്കാരുടെ ക്ഷേമത്തിനാണ് മുൻഗണനയെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ചെലവ് ചുരുക്കൽ മാർഗനിർദ്ദേശം എത്തുന്നത്. കൊറിയർ രംഗത്ത് KSRTC നേട്ടമുണ്ടാക്കുന്നുണ്ട്. 7 മാസത്തിനിടെ ഇടപാടിൽ കൈവരിച്ചത് 5 ഇരട്ടിയിലേറെ വർധന. 16 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ എവിടെയും കൊറിയർ എത്തിക്കുമെന്നും മറ്റു കൊറിയർ സർവീസുകളെക്കാൾ 30% വരെ നിരക്ക് കുറവാണ് എന്നതുമാണ് ആകർഷണം. തെങ്കാശി, നാഗർകോവിൽ, മൈസൂരു, ബംഗളൂരു, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലേക്കാണ് സംസ്ഥാനത്ത് നിന്നും പുറത്ത് KSRTCക്ക് കൊറിയർ സെന്ററുകൾ ഉള്ളത്. രാവിലെ മുതൽ വൈകിട്ട് വരെ 2 ജീവനക്കാരും രാത്രി ഒരാളും മാത്രമാകും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൗണ്ടറുകളിലെ ജീവനക്കാർ. എം-പാനൽ ജീവനക്കാരെ ദിവസവേതനാടിസ്ഥാനത്തിലാണ് കൗണ്ടറുകളുടെ ചുമതല ഏർപ്പെടുത്തിയിരിക്കുന്നത്. വേണ്ടത്ര എം-പാനൽ ജീവനക്കാരെ ലഭിക്കാത്തതിനാൽ പുതിയ കളക്ഷൻ സെന്ററുകൾ ആരംഭിക്കാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. ഇത്തരം വരുമാന മാർഗങ്ങളും KSRTCയിൽ കൂടുതൽ ശക്തിപ്പെടുത്തും.